Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ഈ സമയവഴിയിലൂടെ ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഞാൻ KP സുനിൽകുമാർ, ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. നമുക്ക് ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ടീം എ. ഞാൻ പ്രാർത്ഥന അനി. ഞാൻ ജിൻസി KK. ഞങ്ങൾ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരിയിലെ വിദ്യാർത്ഥികളാണ്. ടീം ബി. ഞാൻ ഹരിശങ്കർ MV. ഞാൻ ജാസിയ AV. ഞങ്ങൾ വരുന്നത് GHSS കണ്ണാടിപ്പറമ്പിൽ നിന്നാണ്. ടീം സി. ഞാൻ സാംകിരൺ M. ഞാൻ സങ്കീർ സബി. ഞങ്ങൾ വരുന്നത് PRM കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. ടീം ഡി. ഞാൻ നാസിയ ഷിറിൻ. ഞാൻ പുണ്യ. ഞങ്ങൾ GGVHSS ചെറുകുന്നിൽ നിന്ന് വരുന്നു. ടീം ഇ. ഞാൻ ആഷിഫ KV. ഞാൻ എജ ഫാത്തിമ, പുതിയങ്ങാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. പ്രശ്നോത്തരിയിൽ നമ്മൾ 3ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും ശരിയുത്തരത്തിന് 5 മാർക്ക് വീതമാണ് നൽകുന്നത്. പാസ് ചെയ്ത് ഉത്തരം പറയുന്ന ടീമിന് 3 മാർക്കാണ് ലഭിക്കുക. ഈ റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം എയോടാണ്. നമ്മുടെ അശ്വമേധത്തെ നമ്മൾ കൃത്യമായ രീതിയിൽ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ ഒട്ടനവധി ഭാഷാപരമായ നമ്മുടെ ഇതുവരെയുള്ള വളർച്ചയെ മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഈ അശ്വത്തെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചവർ? ആരൊക്കെയാണ് അശ്വത്തെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചവർ? ടീം എയോടാണ് ചോദ്യം. യഥാർത്ഥത്തിൽ സർഗാത്മകതയെ പിടിച്ചുകെട്ടിയത് നമ്മുടെ കവികളാണ്. പണ്ടുകാലങ്ങളിൽ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ അവരുടെ രചനകളിലൂടെ സമകാലിക പ്രസക്തി, അതായത് എന്നും നിലനിൽക്കുന്ന സമകാലിക പ്രസക്തിയുള്ള ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്. ആ രചനകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏറെ വിലപ്പെട്ടതാണ്. ആ രചനകളിൽ നിന്ന് നമുക്ക് ഒരുപാട് മൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായി പറഞ്ഞാൽ ഈ സർഗാത്മകതയാകുന്ന കുതിരയെ അശ്വമേധത്തിലൂടെ പിടിച്ചുകെട്ടിയത് ഈ കവികളാണ്. അവരുടെ ആ കവിതകളിലൂടെ നമുക്ക് കിട്ടുന്ന മൂല്യങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏറെ പ്രസക്തിയുള്ളവയാണ്. ടീമയുടെ ഉത്തരം ശരിയാണ്. കാലികമായ രചനകളിലേർപ്പെട്ട കലാകാരന്മാർ, എഴുത്തുകാർ തന്നെയാണ് ഇത്തരത്തിൽ ഈ കുതിരയുടെ യാത്രയെ വ്യത്യസ്തമായ വഴികളിലേക്ക് കൊണ്ടുപോകുന്നവരും തളച്ചിടുന്നവരും. ടീമേക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. തളച്ചിടപ്പെട്ട അശ്വത്തെ നമ്മൾ ഈ വരികളിൽ കാണുന്നുണ്ട്. അതിൽ നിന്ന് കുതിരയോടുന്ന അശ്വത്തെയും നമ്മൾ തിരിച്ചറിയുന്നു. ആരിൽ നിന്ന് എപ്പോഴാണ് കവി തന്റെ അശ്വത്തെ നേടിയെടുക്കുന്നത് എന്നതാണ് ചോദ്യം. ടീം ബി ഉത്തരം പറയുക. അശ്വം അഥവാ കുതിരയെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് സർഗസൃഷ്ടിയോടാണ്. അപ്പോൾ ഈ സർഗസൃഷ്ടിയെ കവി നേടിയെടുക്കുന്നത് തന്റെ പ്രപിതാമഹന്മാരിൽ നിന്നും, പൂർവികരിൽ നിന്നും, ആദിമനിവാസികളിൽ നിന്നുമാണ്. ഉത്തരം ശരിയാണ്. എല്ലാ യുഗങ്ങളുടെയും എല്ലാ ദേശത്തിന്റെയും പാട്ടുകാരായ, ലോകത്തെ വിജയിച്ച, കാവ്യമർമ്മമറിയുന്ന തന്റെ പൂർവികരായ എഴുത്തുകാരിൽ നിന്നാണ് കവി തന്റെ സർഗശക്തിയെ രൂപപ്പെടുത്തിയത്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. തന്റെ സർഗശക്തിയെ കുതിരയോട് ഒപ്പം നിർത്തുമ്പോൾ കവിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സർഗപരമായ കഴിവുകളെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് തന്റെ വരികളിലൂടെ. ചോദ്യം ഇതാണ്: തന്റെ അശ്വത്തിന്റെ കഴിവുകളെ, ശക്തിയെ കുറിച്ച് കവിയുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? ടീം സി. ഇവിടെ മനുഷ്യരുടെ സർഗശക്തിയാണ് കുതിരയുമായി ഉപമിക്കുന്നത്. ഇവിടെ കുതിരയുമായി ഉപമിക്കാനുള്ള കാരണം കുതിരയ്ക്ക് ശക്തി, വേഗത, അധികാരം എന്നിവയുണ്ട്. കൂടാതെ തന്നെ കുതിരയുടെ കണ്ണുകളിൽ ഉന്മേഷവും കാലുകളിൽ ഉത്സാഹവും ഉണ്ട്. ഈ കുതിര
വേഗത്തിൽ ചലിക്കുമ്പോൾ കണ്ണുകളിൽ ഉന്മേഷം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദുരിതങ്ങളും കണ്ടറിഞ്ഞ് അവയ്ക്കെതിരെ പോരാടാനുള്ള കാരണമാകുന്നത് കുതിരയുടെ കണ്ണുകളിലെ ഉന്മേഷമാണ്. ഓരോ പുതിയ മനുഷ്യർക്ക് ഉപകാരപ്പെടാത്ത സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളെ തച്ചുടയ്ക്കാനുള്ള വെമ്പലാണ് ഇവിടെ കുതിരയുടെ കാലുകളിലെ ഉത്സാഹമായും കാണുന്നത്. കവി ഇവിടെ നൽകിയിട്ടുള്ളത് കുതിരയ്ക്ക് ശക്തി, അധികാരം, കുതിരയുടെ കണ്ണുകളിലെ ഉന്മേഷം, കാലുകളിലെ ഉത്സാഹം, വേഗത എന്നിവയാണ് കവി നൽകിയ കുതിരയ്ക്കുള്ള ശക്തികൾ. ടീം സിയുടെ ഉത്തരം ശരിയാണ്. ഒരുപാട് യുഗങ്ങളിലൂടെ നേടിയെടുത്ത തന്റെ പ്രയാണങ്ങളിൽ തന്റെ സർഗശക്തി നേടിയെടുത്ത വിജയങ്ങളെ തന്നെയാണ് കവി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. വീണ്ടും കുതിരയിലേക്ക് തന്നെയാണ് നമ്മുടെ ചോദ്യവും പായുന്നത്. അശ്വമേധത്തിന് വേണ്ടി കവി വിട്ടയക്കുന്ന അശ്വം ഏതാണ്? എവിടെയാണ് കവി തന്റെ അശ്വമേധം നടത്തുന്നത്? 2 ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തി ഉത്തരം പറയുക. ടീം ഡി. കവി സർഗസൃഷ്ടിയായി ഉപമിക്കുന്നത് ചെമ്പൻ കുതിരയാണ്. ചെമ്പൻ കുതിര വിപ്ലവത്തിന്റെ പ്രതീകമാണ്. വിപ്ലവത്തിന്റെ പ്രതീകമായി ഈ ചെമ്പൻ കുതിര കലയുടെയും സാഹിത്യത്തിന്റെയും അടിത്തട്ടായ വിശ്വസംസ്കാര വേദിയിലെ അശ്വമേധ യാഗം നടത്താനാണ് കവി സർഗസൃഷ്ടിയാകുന്ന ഈ ചെമ്പൻ കുതിരയെ അയക്കുന്നത്. ഉത്തരം ശരിയാണ്. ലോകം മുഴുവനുമുള്ള ജീവിതത്തിലും സംസ്കാരത്തിലും മാറ്റമുണ്ടാക്കാൻ മുഴുവൻ മനുഷ്യവംശത്തിന്റെയും മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ഉള്ളൊരു യാത്രയാണിത്. ഇവിടെ കവിയുടെ അശ്വമേധം വിശ്വസംസ്കാര വേദിയിൽ തന്നെയാണ് നടക്കുന്നത്. മനുഷ്യന്റെ കലാ, സാഹിത്യ, ശാസ്ത്ര, സാമൂഹ്യ, കായിക ശക്തികളെയെല്ലാം ഇവിടെ അശ്വമായി പരിഗണിക്കാം. ഉത്തരം നൽകിയ ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ഒരു പ്രയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ധൃതരാഷ്ട്ര പ്രതാപങ്ങൾ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പണ്ടുകാലങ്ങളിൽ നിലനിന്നിരുന്ന അഹങ്കാരികളായ ഭരണകൂടങ്ങളെയും ഭരണാധികാരികളെയുമാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉത്തരം ശരിയാണ്. പ്രതാപത്താൽ അഹങ്കരിച്ചിരുന്ന ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നു. ധൃതരാഷ്ട്ര പ്രതാപങ്ങൾ എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ അത്തരം അഹങ്കാരങ്ങളുടെ നേർക്ക്, അധികാരവർഗത്തിന്റെ മേനിനെടുക്കലുകളുടെ നേർക്ക് ഉള്ള പ്രയോഗം കൂടിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ഒരു നിരീക്ഷണമാണ് എന്റെ ചോദ്യം. അതെല്ലാം എരിവും പുളിയും കൂട്ടി പകർത്തി അയച്ച ആ സ്കൂൾ കുട്ടിയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആ മാന്യൻ അറിയുന്നില്ല. ഒരു എഴുത്തുകാരന്റെ ആത്മാഭിമാനമാണോ ഈ സന്ദർഭത്തിൽ തെളിയുന്നത്? നിങ്ങളുടെ നിരീക്ഷണം അവതരിപ്പിക്കും. ആ കത്തുകളിലൂടെ ആ മകൻ സ്വന്തം അമ്മയുടെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അറിയുന്നുണ്ട്. അതുമൂലം സ്വന്തം ഭാര്യയുടെ നടപടി ദൂഷ്യം വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും മനസ്സിലാക്കുവാനും സാധിച്ചു. ഇതിലൂടെ ആ കഥാകൃത്തിന്റെ വിജയം തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിലൂടെ കഥാകൃത്തിന് അഭിമാനവും ഉണ്ടാകുന്നു. ഉത്തരം ശരിയാണ്. എസ് കെ പൊറ്റക്കാട് തന്റെ ഉള്ളിലുള്ള സാഹിത്യകാരനെ തിരിച്ചറിഞ്ഞ അനുഭവം കൂടിയാണ്. ഞാൻ കഥാകാരനായ കഥ എന്ന അനുഭവക്കുറിപ്പിലൂടെ പങ്കുവെക്കുന്നത് മകന് വേണ്ടിയേറെ ത്യാഗം സഹിച്ച അമ്മയെ തിരിഞ്ഞു നോക്കാതെ സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിച്ച മകനെയാണ്. അവന്റെ മനസ്സിലാക്കാനാണ് ഒരു കത്ത് എഴുതി അയക്കാൻ സഹായിക്കുന്നത്. ലേഖകനോട് വൃദ്ധയായ അമ്മ ആവശ്യപ്പെട്ടതും അമ്മയ്ക്ക് പണമയച്ചതും ഒക്കെ തന്നെ നിങ്ങളിവിടെ ഉത്തരത്തിൽ പറഞ്ഞ അഭിമാനത്തിലേക്കുള്ള വഴികൾ തന്നെയാണ്. എസ് കെ എഴുതാൻ സഹായിച്ച ഈ കത്തുകൾ അദ്ദേഹത്തിന്റെ എഴുത്തുവഴികളിലെ ആദ്യ വിജയമായി കാണുകയാണ്. ശരി ഉത്തരം പറഞ്ഞ ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. എസ് കെയുടെ കഥാജീവിതത്തിലെ നിമിഷങ്ങളിലേക്ക് തന്നെയാണ് ഈ ചോദ്യവും പോകുന്നത്. അക്ഷന്തവ്യമായ കൃതജ്ഞതയോടെ പെരുമാറിയ തന്റെ പുത്രനോട് ആ തള്ളയ്ക്ക് ഒട്ടും വിദ്വേഷമില്ലായിരുന്നു. ഞാൻ കഥാകാരനായ കഥ. ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. ഇത് എത്രമാത്രം ശരിയാണ്? പാഠസന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം അവതരിപ്പിക്കുക. ടീം ഡി. സ്വന്തം സുഖത്തിനായി പോയ ആ മകനോട് അമ്മയ്ക്ക് ഒരു വിദ്വേഷവുമില്ല. മക്കൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവരുടെ മാതാപിതാക്കൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകുന്ന ഒരു വലിയ മനസ്സ് അവർക്ക് മാത്രമേ ഈ ലോകത്തുള്ളൂ. അതുപോലെയാണ് പാഠഭാഗത്തിലെ മകൻ അമ്മയോട് അക്ഷന്തവ്യമായി പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ചെയ്തത്. എന്നിട്ട് പോലും ആ അമ്മയ്ക്ക് തന്റെ മകനോട് മനസ്സിൽ 1% പോലും വെറുപ്പ് തോന്നുന്നില്ല. ലോകത്തിൽ നമ്മളെ ആർക്ക് വേണമെങ്കിലും വെറുക്കാം, അത് നമ്മൾ എത്ര സ്നേഹിക്കുന്ന ആളായാലും. പക്ഷെ സ്വന്തം പെറ്റമ്മയ്ക്ക് മാത്രം സ്വന്തം മക്കളെ അവർ എന്ത് ക്രൂരത ചെയ്തു കഴിഞ്ഞാലും സ്വന്തം അമ്മയ്ക്ക് അവരെ ഒരിക്കലും വെറുക്കാൻ സാധിക്കുന്നതല്ല. ഉത്തരം ശരിയാണ്. ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്നത് അമ്മമാർക്ക് മാത്രമാണ്. തന്റെ നിസ്സഹായതയിലും ആശ്രയത്തിന് വേണ്ടി മാത്രമാണ് അമ്മ
മകന് കത്തയക്കുന്നത്. അമ്മയ്ക്ക് മകൻ നോക്കാത്തതിലുള്ള പരിഭവം മാത്രമാണുള്ളത്, അല്ലാതെ മകനെ വെറുക്കാൻ അമ്മയ്ക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാദം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ചോദ്യം ഇതാണ്: അവന് വയറു നിറയെ ഉണ്ണാൻ വേണ്ടി എന്ന് തുടങ്ങുന്ന ഒരു കഥാഭാഗമുണ്ട്. ഓർമ്മയുണ്ടോ എന്നൊന്ന് എഴുതി ചോദിക്കൂ. ദൈവത്തെ മറന്നു കളിക്കണ്ട എന്ന് പറയണം. ഇവിടെ അമ്മയുടെ ഓർമ്മപ്പെടുത്തൽ സ്വന്തം മകനോട് മാത്രമല്ല എല്ലാ മക്കളോടും കൂടിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പാഠസന്ദർഭങ്ങളും ആനുകാലിക കേരള സംഭവങ്ങളും പരിഗണിച്ചാണ് നിങ്ങളുടെ ഉത്തരം പ്രതീക്ഷിക്കുന്നത്. അതെ, ഈ കഥാസന്ദർഭത്തിലെ അമ്മയുടെ ഓർമ്മപ്പെടുത്തൽ എല്ലാ മക്കളോടും കൂടിയുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ കേരളത്തിലായാലും ലോകത്ത് എവിടെയായാലും കാണാൻ സാധിക്കുന്നത് ചെറുപ്പം മുതലേ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും കാര്യമാക്കാതെ സ്നേഹിച്ചും ലാളിച്ചും ഇടയ്ക്ക് മാത്രം ശാസിച്ചും വളർത്തുന്ന തന്റെ സ്വന്തം തന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മമാരെ വലുതാകുന്ന സമയത്ത് ഒരു ജോലിയോ അല്ലെങ്കിൽ മറ്റ് സുഖസൗകര്യങ്ങളോ കിട്ടുന്ന സമയത്ത് തന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന പ്രവണത ഇന്ന് കേരളത്തിലായാലും ലോകത്തായാലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ മക്കളോടുമാണ് അമ്മയുടെ ഈ ഒരു ഉപദേശം നൽകുന്നത്. ദൈവം എന്നൊരാൾ മേലെയുണ്ടെന്നും താൻ ചെറുപ്പത്തിൽ തന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും മറക്കരുതെന്നും അമ്മ മകനെ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ ആധുനിക കേരളത്തിൽ തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വൃദ്ധ മാതാവിനെ മകന്റെ ഭാര്യ തള്ളിയിടുന്നത് പോലുള്ള സംഭവങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള ഓരോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരോടായാലും തന്റെ മക്കൾ എന്നും മക്കളാണ്. അതിനാൽ തന്നെ അവരെ നോക്കേണ്ട, വൃദ്ധരായ മാതാപിതാക്കളെ നോക്കേണ്ട ചുമതല മക്കൾക്കുള്ളതാണ്. അത് അവർ മറക്കുന്നത് ശരിയല്ല എന്നാണ് അമ്മ ഈ ഒരു കാര്യത്തിലൂടെ കേരളത്തിൽ എല്ലാ മക്കളോടും പറയുന്നത്. ഉത്തരം പൂർണ്ണമായി ശരിയാണ്. ശരിയുത്തരം പറഞ്ഞ ടീം സിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. വീണ്ടും നമ്മൾ കഥാകാരനായ കഥയിൽ തന്നെ നിൽക്കുകയാണ്. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ഞാൻ ആ മടയനായ മകന് തുടരെ തുടരെ കത്തുകൾ എഴുതി അയച്ചു. സരസ്വതി വിലാസങ്ങൾ എന്ന പ്രയോഗം നൽകുന്ന സൂചനകൾ എന്തെല്ലാം? ടീം ബിയോടാണ് ചോദ്യം. ഞാൻ കഥാകാരനായ കഥയിൽ പൊറ്റക്കാട് ആ വൃദ്ധയായ മാതാവിന്റെ അനുഭവങ്ങൾ കേട്ടതിന് ശേഷം തന്റേതായ രീതിയിൽ, അതായത് സരസ്വതി വിലാസങ്ങൾ എന്ന് പറയുന്നത്, കാരണം സരസ്വതി എന്നുള്ളത് വിദ്യയുടെ ദേവതയാണ്. അതുപോലെ തന്നെ സരസ്വതി വിലാസങ്ങൾ എന്ന് പറയുമ്പോൾ തന്റെ ഭാവനയും തന്റെ സർഗശേഷി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മടയനായ മകന് കത്തയക്കുന്നു. ഈ കത്ത് വായിച്ചിട്ടാണ് ആ മകൻ അമ്മയ്ക്ക് കുറച്ചുനാൾ ശേഷം പണം അയക്കുന്നതും പിന്നീട് വന്ന് കാണുന്നതും. സരസ്വതി വിലാസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പൊറ്റക്കാടിന്റെ ഭാവനയും അതുപോലെ തന്നെ സർഗാത്മകമായ കഴിവുകളെയാണ്. ഉത്തരം ശരിയാണ്. സരസ്വതി വിലാസം എന്നത് യഥാർത്ഥത്തിൽ സരസ്വതി പ്രസാദിക്കുക, വാക്കിന്റെ ദേവതയുടെ കടാക്ഷമുണ്ടാവുക, നല്ല ഭാഷയുണ്ടാവുക എന്ന രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. നല്ല ഭാഷ വരാത്തതാണ് ലോകത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണമെന്നും നമുക്കറിയാം. ഇവിടെ സരസ്വതി വിലാസം എന്നത് ഭാഷാപരമായ സിദ്ധിയിലേക്കുള്ള ഒരു ഉണർത്ത് ചോദ്യം തന്നെ. ഉത്തരം പറഞ്ഞ ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. കവിതയുടെ, കഥയുടെ, സാഹിത്യത്തിന്റെ രചനാപരമായ തലങ്ങളിലേക്ക് ഒരു ചോദ്യം കൊണ്ടുവരികയാണ്. പ്രശാന്തതയിൽ അനുസ്മരിപ്പിക്കപ്പെടുന്ന നൈസർഗികമായ വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ് കവിത എന്ന് വില്യം വേർഡ്സ്വർത്ത്. എസ് കെ പൊറ്റക്കാടിന്റെ അനുഭവവുമായി ഇത് ചേർന്ന് നിൽക്കുന്നുണ്ടോ? വിലയിരുത്തി സംസാരിക്കാമോ? തീർച്ചയായും വില്യം വേർഡ്സ്വർത്തിന്റെ അനുമാനം എസ് കെ പൊറ്റക്കാടിന്റെ അനുഭവവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അനുഭവങ്ങളാണ് ഓരോ രചനകളുടെയും അടിത്തട്ട്. അനുഭവങ്ങളാണ് രചനയ്ക്ക് പിറവി നൽകുന്നത്. എസ് കെ പൊറ്റക്കാടിന്റെ ഞാൻ കഥാകാരനായ കഥ എന്ന അനുഭവത്തിൽ എസ് കെ പൊറ്റക്കാട് ഒരു കഥാകാരനായത് എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം അതിൽ വിവരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെയാണ് അദ്ദേഹം ഇത്രയും ലോകപ്രശസ്തമായിട്ടുള്ള ഒരു എഴുത്തുകാരനായി അല്ലെങ്കിൽ കഥാകാരനായി അദ്ദേഹം മാറിയിരിക്കുന്നത്. ഏതൊരു കഥാകാരന്റെയും ജീവിതത്തിലെ അനുഭവങ്ങൾ അദ്ദേഹത്തെ വലിയ നിലയിലേക്ക് എത്തിക്കുന്നു. ഉത്തരം ശരിയാണ്. രുദിതാനുസാരി കവി. കരച്ചിലിനെ പിന്തുടരുന്നവനാണ് കവി. മറ്റുള്ളവരുടെ കരച്ചിൽ, മറ്റുള്ളവരുടെ സങ്കടം, ദുഃഖം അത് ആവിഷ്കരിക്കുന്നവനാണ് കവി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വേർഡ്സ്വർത്തിന്റെ അനുമാനത്തിലേക്ക് കൃത്യമായി ഉത്തരത്തെ എത്തിച്ച ടീം എക്ക് 5 പോയിന്റ്. പ്രശ്നോത്തരിയുടെ 3 റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഓരോ ടീമും കൃത്യമായി ഉത്തരം പറയുവാൻ സാധിച്ചിട്ടുണ്ട്. 10 മാർക്ക് വീതം നേടിയിട്ടുണ്ട്. 3 റൗണ്ടുകളിലുമായി ഓരോ ടീമും നേടിയ ആകെ മാർക്ക് ടീം എ 40, ടീം ബി 30, ടീം സി 43,
ടീം ഡി 40, ടീം ഇ 40. ടീം സി ആണ് ഈ കഴിഞ്ഞ റൗണ്ടുകളുടെ പോയിന്റ് നില പരിശോധിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. പ്രശ്നോത്തരിയിലെ അവസാന റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ് ലഭ്യമാവുക. പാസ് ചെയ്ത് ഉത്തരം പറയുന്ന ടീമിന് 3 മാർക്കാണ് ലഭിക്കുക. ആദ്യ ചോദ്യം ടീം എയോടാണ്. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണീ കുളമ്പുകൾ. ഈ വരികളുടെ ആശയം വളരെ ചുരുങ്ങിയ വരികളിൽ അവതരിപ്പിക്കാം. പ്രശസ്തനായ കവി വയലാറിന്റെ അശ്വമേധം എന്ന കവിതയിലെ വരികളാണിവ. ഈ വരികളിൽ പണ്ട് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ കവികളുടെ സർഗാത്മകതയെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ സർഗാത്മകത നമുക്ക് ഇന്നൊരു പ്രചോദനമാണ്. എത്രയോ ആളുകൾ മരിച്ചു വീണ ഈ മണ്ണിലൂടെയാണ് സർഗാത്മകതയാകുന്ന കുതിര പായുന്നത്. ഈ സർഗാത്മകത നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അധികാര കേന്ദ്രങ്ങളെയൊക്കെ നിലം പതിപ്പിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് കുതിക്കുന്നത്. പണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് കവികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് വയലാറിന്റെ ഈ സർഗാത്മകത മുന്നോട്ട് പായുന്നത്. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പല ദുർഘടമായ വഴികളിലൂടെ നീങ്ങിയ കുതിരയുടെ കുളമ്പടികളും അതിന്റെ നിശ്ചയദാർഢ്യവും ചിലതിനെ തകർക്കുകയും ചിലതിനെ തലോടുകയും ചെയ്തിട്ടുണ്ടാകാം. ചോദ്യം കേൾക്കുക. ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ അതിനെ തളയ്ക്കുവാൻ. ആഗമതത്വവേദികൾ ആരാണ്? കവി ഇങ്ങനെ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? ഇവിടെ ആഗമതത്വവേദികൾ എന്ന് ഉദ്ദേശിക്കുന്നത് പൗരോഹിതന്മാരെയാണ്. അവർ ദൈവത്തിന്റെ പേര് ഉപയോഗിച്ച് സർഗാത്മികതയെ കടിഞ്ഞാണിടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. സർഗാത്മികതയെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. ഇവിടെ പറയുന്ന യോഗദണ്ഡ് ഉപയോഗിച്ച് തളച്ചിടാൻ ശ്രമിക്കുന്നതായാണ് കവി പറയുന്നത്. ഉത്തരം ശരിയാണ്. ഋഷിമാരും ബ്രാഹ്മണരും തന്നെയാണ് ഇവിടെ ആഗമതത്വവാദികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആഗമതത്വവേദികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ആരാണ് കുതിരയെ വീണ്ടെടുത്തവർ? എങ്ങനെ വീണ്ടെടുത്തവരുടെ സവിശേഷതകൾ എന്തല്ല? സർഗാത്മകതയാകുന്ന കുതിരയെ വീണ്ടെടുത്തത് കവികളും സംസ്കാര ശില്പികളായ കർഷകരുമാണ്. രാജാക്കന്മാർ, പുരോഹിതന്മാർ, മതങ്ങൾ എന്നിവർ ഒരു കാലഘട്ടത്തിൽ സർഗാത്മകതയെ അടക്കിവാണ് ഭരിച്ചിരുന്നു. അവരുടെ സ്വാർത്ഥാവശ്യങ്ങൾക്കായി മാത്രം അവയെ ഉപയോഗിച്ചു. രാജാക്കന്മാരാകട്ടെ അവരുടെ രാജ്യത്തിന്റെ മേന്മ പുകഴ്ത്തിപ്പാടുന്നതിനും പുരോഹിതന്മാരും മതക്കാരും അവരുടെ മതത്തെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ പുകഴ്ത്തിപ്പാടുന്നതിനും മാത്രം ഒരു കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സർഗാത്മകതയെ ഉപയോഗിച്ചിരുന്നു. കവിതകളും കവികളെയും ഉപയോഗിച്ച് അവരവരുടെ മേന്മകളും അവരുടെ ദൈവത്തിന്റെ ശക്തികളും ഉയർത്തിപ്പാടുന്നു. ഈ സന്ദർഭങ്ങളിലാണ് മറ്റു ചില കവികൾ സർഗാത്മകതയെ യഥാർത്ഥ ആവശ്യം മനസ്സിലാക്കി രാജ്യപുരോഗതിക്കും മറ്റുമായി ഈ ഒരു സർഗാത്മകതയെ വീണ്ടെടുത്തവർ കവികളും സംസ്കാര ശില്പികളായ കർഷകരും ഗായകരുമാണ്. ഉത്തരം ശരിയാണ്. ശരി ഉത്തരം പറഞ്ഞ ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അശ്വഹൃദയജ്ഞർ, വിശ്വവിജയികൾ, ഈ വിശേഷണങ്ങൾ പൂർവികർക്ക് നൽകിയത് എന്തുകൊണ്ടാകാം? സർഗശക്തി ഉപയോഗിച്ച് ലോകത്തെ കീഴടക്കിയവരാണ് പൂർവികർ. അതുകൊണ്ടാണ് അവരെ വിശ്വവിജയികൾ എന്ന് കവി ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ അശ്വത്തിന്റെ വേഗത മുൻകൂട്ടി കാണാൻ സാധിക്കുന്നവരാണ് പൂർവികർ. അതുകൊണ്ടാണ് അവരെ അശ്വഹൃദയ മന്ത്രം അറിയുന്നവർ എന്ന് കവി വിശേഷിപ്പിച്ചത്. ഉത്തരം ശരിയാണ്. മനുഷ്യവംശത്തെ ഉയർച്ചയിലേക്ക് നയിച്ച നവോത്ഥാന നായകരെയാണ് യഥാർത്ഥത്തിൽ കവി അശ്വഹൃദയജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത്. ഒരു സമൂഹത്തെ ആകെ നേർവഴിക്ക് നടത്തി ലോകം തന്നെ അവരുടെ ചിന്തയിലും വാക്കിലും മാറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവഴി പറഞ്ഞു വെക്കുന്നത്. അതിനാൽ വിശ്വവിജയികൾ എന്ന വിശേഷണം കവി അവർക്ക് നൽകി എന്ന് ഇതിന് ഉത്തരമായി നമുക്ക് പറയുവാൻ സാധിക്കും. ശരി ഉത്തരം പറഞ്ഞ ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. മണ്ണിൽ നിന്ന് പിറന്നവർ, മണ്ണിനെ പൊന്നണിയിച്ചവർ, എന്തെല്ലാം അർത്ഥസൂചനകളാണ് ഈ വരികളിലൂടെ നൽകുന്നത്?
സാധാരണക്കാരായ കർഷകരെയാണ് ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത്. മണ്ണിൽ അവർ പൊന്നു വിളയിക്കുന്നു. അതിനാൽ അവരുടെ ജീവിത ദുരിതങ്ങളെ കവികൾ അവരുടെ കവിതയിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശരിയാണ്. മണ്ണിന്റെ ഗന്ധമുള്ള കവിതകൾ സാഹിത്യ സൃഷ്ടികളാണ് യഥാർത്ഥത്തിൽ എക്കാലവും നിലനിൽക്കുക എന്നുള്ളതാണ്. അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന സാഹിത്യത്തെ എന്നും നെഞ്ചോട് ചേർക്കുവാൻ വായനക്കാരന് സാധിക്കും. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. സാമൂഹ്യ ശക്തിയാണ് ഞാൻ എന്ന് പറയുന്നതിലൂടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും മറ്റു പലതിൽ നിന്നും വീണ്ടെടുത്ത കുതിരയെ സാധാരണക്കാരായ ജനങ്ങളിൽ എത്തുമ്പോൾ സാമൂഹികമായ കാര്യങ്ങൾക്ക് വേണ്ടി സർഗാത്മകതയെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ സാമൂഹ്യ ശക്തിയാണ് സർഗാത്മകത എന്ന് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും പൂർണ്ണമായ ഒരു ഉത്തരം തന്നെയാണത്. നിങ്ങൾ ഉത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ പല പ്രതിബന്ധങ്ങളിൽ നിന്നും കൈമാറി എത്രയും അനുയോജ്യമായ കൈകളിൽ നിന്ന് തന്നെ സർഗശക്തിയെ ഏറ്റുവാങ്ങുന്ന തരത്തിലേക്ക് എത്തിച്ചത്. അതിനാൽ കവി ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തിയായി തന്നെ മാറുകയാണ് ചെയ്തത്. ഉത്തരം കൃത്യമായി അവതരിപ്പിച്ച ടീം ഇക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. പച്ചമണ്ണിന്റെ മനുഷ്യത്വം എന്ന പ്രയോഗത്തിൽ കണ്ടെത്താവുന്ന അർത്ഥതലങ്ങൾ എന്തെല്ലാം? മന്ത്രവും തന്ത്രവും കൊണ്ടല്ലാതെ മനുഷ്യത്വം കൊണ്ട് തന്റെ സർഗസൃഷ്ടിയെ കവി വളർത്തിയെടുക്കുന്നു. തന്റെ സർഗസൃഷ്ടി തനിക്കു വേണ്ടി മാത്രം ഉപയോഗിക്കാതെ സമൂഹത്തിന്റെ പ്രശ്നത്തിനും അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും വേണ്ടി സർഗസൃഷ്ടിയെ ഉപയോഗിക്കുന്നു. ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. തന്റെ അശ്വത്തിന്റെ പ്രയാണ ചരിത്രത്തെ കവി എങ്ങനെയാണ് വിവരിക്കുന്നത്? അവിടെ തെളിയുന്ന കാവ്യ ചരിത്രം എന്താണ്? ഇവിടെ സർഗാത്മകത കാട്ടിൽ നിന്നാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. സർഗാത്മകത ആദ്യമായി കണ്ടെത്തിയത് ഇതുപോലുള്ള ഗുഹാചിത്രങ്ങൾ, കാട്ടിലെ നൃത്തങ്ങൾ, രാമായണം മുതലായ കൃതികൾ അല്ലെങ്കിൽ സർഗസൃഷ്ടികളിലൂടെയാണ് ആദ്യമായി സർഗാത്മകത ജനിച്ചത്. ആ സർഗാത്മകത ഓരോ കാലഘട്ടങ്ങളിലുമായി പലരും തന്നെ അടക്കി വാഴാൻ ശ്രമിച്ചു. പ്രകൃതിയിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു സർഗാത്മകത ഇതിന്റെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് എത്തിയത്. ഇത്ര ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. തന്നിൽ നാടുണർന്ന നാളിലാണ് മനുഷ്യത്വമുള്ള ആ സംസ്കാര ശില്പികളിൽ നിന്നും കവി തന്റെ അശ്വത്തെ നേടിയെടുക്കുന്നത്. കവിയിലെ മാനവിക കാഴ്ചപ്പാടിന്റെയും സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിന്റെയും ഉദയം കൂടിയാണ് ഈ നാടുണരൽ. അശ്വരക്ഷിതാവായ തന്റെ മനോഭാവത്തെക്കുറിച്ചും ഉറപ്പിനെക്കുറിച്ചും കവി എന്താണ് വിളിച്ചു പറയുന്നത്? കവി വിളിച്ചു പറയുന്നത് ഞാൻ മാന്ത്രികനല്ല, ദൈവമല്ല, പകരം പച്ചമണ്ണിന്റെ മനുഷ്യത്വമാണ് എന്നാണ് പറയുന്നത്. ഉത്തരം ശരിയാണ്. സാമൂഹികമായ മാറ്റങ്ങൾക്ക് വേണ്ടി തന്റെ സർഗശക്തിയെ ഉപയോഗിക്കുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. തന്നിൽ നിന്ന് അല്ലെങ്കിൽ തന്നിൽ എല്ലാം നിലനിൽക്കും, എല്ലാ സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കും കരുത്ത് പകരുന്നതായിരിക്കും ഈ യാത്ര എന്ന് പറയുന്നു. ദൈവത്തിന്റെയോ മായാജാലക്കാരന്റെയോ വിരുദോടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളല്ല ഞാനെന്നും ദയയും കരുണയും സ്നേഹവായ്പും കരുതലും കൈമുതലായ വെറും മനുഷ്യനാണ് എന്ന ഉത്തരത്തിലേക്ക് എത്തുകയും കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്ത ടീം ബിക്ക് 5 പോയിന്റ്. ഈ പ്രശ്നോത്തരിയിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഒരു സമൂഹത്തോടുള്ള ചോദ്യം തന്നെയാവട്ടെ. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഈ വരികൾ അക്കിത്തത്തിന്റേതാണ്, നമുക്കറിയാം. ഇതിലെ ആശയം ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തിലെ ആശയവുമായി യോജിക്കുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് എന്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന വരികളുടെ ആശയം മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊന്ന് കരയുമ്പോൾ നമ്മുടെ മനസ്സിൽ 1000 സൂര്യൻ ഉദിക്കുന്നത് പോലെ അത്രയ്ക്ക് സന്തോഷമായിരിക്കും നമുക്കുണ്ടാവുക എന്നതാണ് അതിന്റെ ആശയം. ഞാൻ കഥാകാരനായ കഥ എന്ന കഥയിൽ എസ്.കെ. പൊറ്റക്കാട് ആ വൃദ്ധമാതാവിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു നൽകുന്നു. മകൻ കാരണം ഒറ്റപ്പെട്ടു പോയതാണ് ആ വൃദ്ധമാതാവ്. ആ വൃദ്ധമാതാവിനെ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കത്തിലൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ മാതാവിന്റെ അവസാന കാലം തെല്ലൊന്ന് ആശ്വസിപ്പിക്കുവാൻ പൊറ്റക്കാടിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെയാണ് നാം ആരെങ്കിലും സഹായിച്ചാൽ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാവും.
നമുക്ക് അതൊരു പുതിയ ഉണർവ് നൽകും. പറ്റുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ് അക്കിത്തം ഈ വരികളിലൂടെ നമ്മോട് പറയുന്നത്. തീർച്ചയായും രണ്ട് കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ കൂട്ടിയോജിപ്പിച്ച് ഇരിക്കുകയാണ് ടീം എ. കവിതയിലെ ആശയത്തിന് സമാനം തന്നെയാണ് എസ്.കെ. പൊറ്റക്കാട് ആ വൃദ്ധമാതാവിനെ സഹായിച്ചതിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. കൃത്യമായ നിരീക്ഷണം രേഖപ്പെടുത്തിയ ടീം എക്ക് 5 പോയിന്റ് നൽകുന്നു. പ്രശ്നോത്തരിയുടെ അവസാന റൌണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. കൃത്യമായ ഉത്തരം നൽകിയതിനാൽ ഈ റൌണ്ടിൽ ഓരോ ടീമിനും 10 മാർക്ക് വീതം ലഭിച്ചിട്ടുണ്ട്. ഓരോ ടീമിന്റെയും പോയിന്റ് നില ഇപ്രകാരമാണ്. ടീം എ 50 പോയിന്റ്, ടീം ബി 40 പോയിന്റ്, ടീം സി 53 പോയിന്റ്, ടീം ഡി 50 പോയിന്റ്, ടീം ഇ 50 പോയിന്റ്. 4 റൌണ്ടുകളിലായി നടന്ന പ്രശ്നോത്തരിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാമതെത്തിയിരിക്കുന്നത് PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊളവല്ലൂർ ടീം സി ആണ്. ടീം എ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി, ടീം ഡി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന്, ടീം ഇ പുതിയങ്ങാടി ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാടായി എന്നീ ടീമുകൾ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വിദ്യാശംസകൾ. വളരെ സന്തോഷകരമായ ഒരു SSLC വിജയം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെ ഇതേ സമയം ഇംഗ്ലീഷ് പ്രശ്നോത്തരി. ക്വിസ് മാസ്റ്റർ MV സീന, ഇംഗ്ലീഷ് അധ്യാപിക, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണാടിപ്പറമ്പ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.